ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ താത്താൻ്റെ മോളെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. നമ്മളെ ഫാമിലിയിൽ ഫസ്റ്റ് വിവാഹമാണ് കേട്ടോ. കസിൻസിൻ്റേതല്ലാതെ എനിക്ക് ആകെ ഒരു താത്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കണ്ണോടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവളെ മോളെ നിക്കാഹാണ് കേട്ടോ. അന്ന് കല്യാണാലോചനയൊക്കെ ഒരുപാട് വന്നെങ്കിലും നമുക്ക് അനുയോജ്യമായി ഇത് കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. പിന്നെന്താ വെച്ചാൽ ചെക്കൻ പുറത്തായതുകൊണ്ട് തന്നെ അവനൊരാഴ്ചത്തെ ലീവ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ നിക്കാവും മുട്ടായി കൊടുക്കലും ഒക്കെ ഒരു ദിവസമായിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു. സ്റ്റേജിൽ നിൽക്കണതാണ് കേട്ടോ ഏട്ടത്തി ആളിയാക്കി മക്കളും. അപ്പോൾ ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അളിയാക്കൊക്കെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ടല്ല വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് ചുരിദാർ ഇട്ട് എൻ്റെ ഒരു മാമൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഈ ക്രീം ഇട്ടത് ഇമ്മയാണ്. പിന്നെ ഈ മെറൂൺ ഇട്ടത് എൻ്റെ അമ്മായിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്നത് അമ്മായിൻ്റെ മോളാണ്. ഓലൊക്കെ ഞാൻ കാണിക്കലുണ്ട്. പക്ഷെ താത്താനും മക്കളെ ആദ്യമായിട്ടാണ്. പിന്നെ സ്റ്റേജിൽ നിൽക്കുന്ന ഫോട്ടോ എടുക്കണത് പിന്നെ താത്താൻ്റെ നാത്തൂന്മാരാണ് കേട്ടോ. അപ്പം നിക്കാതെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിക്കാതെ പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ എന്താ വെച്ചാൽ തിരക്കടില്ലാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെ മാഷാ അല്ലാ അൽഹംദുലില്ലാ. പിന്നെ ഇതാക്കണം നിക്കാതെ കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ ചെക്കനും കൂട്ടക്കാരും വന്നുകൊണ്ടിരിക്കണ മേലെ കയറിക്കൊണ്ടിരിക്കണത് ഒരു രംഗമാണ് കേട്ടത്. പിന്നെ ഇതാക്കണം പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് ബാക്കിൽ മുട്ടായി കൊടുക്കലും ഒക്കെ ഒരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരാണ് കേട്ടത്. കുട്ടിമാനും അളിയാക്കിയും പിന്നെ മക്കളും ഓലൊക്കെ ഒരു മെറൂൺ കളർ ഷർട്ടും ഞങ്ങൾ പിന്നെ കളർ ചേഞ്ചിൽ ഒരേപോലത്തെ ചുരിദാറാണ് കേട്ടോ. താത്താൻ്റെ നാത്തൂന്മാരും ഞാനും ഇമ്മയും ഏട്ടത്തിയൊക്കെ ഇട്ടിട്ടുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. തുണി കണ്ടപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായി കേട്ടോ അടിച്ചിട്ടപ്പോൾ. അപ്പം എന്താണ് കുറേ കാലത്തിന് ശേഷമാണ് നമ്മളെ ഫാമിലിയിൽ ഇത്രയും നല്ലൊരു കല്യാണം നടക്കണം കേട്ടോ. അങ്ങനെ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി കൂറിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൂറിയാൽ മുഹബ്ബത്തിൻ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരബോധീരത്ത്. മുത്ത് റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരബോധീരത്ത്. ഹക്കവനിൽ ഇരബോധീരത്ത്. അല്ലമീനന്നു വരുന്നു താരകം പൂത്തു ഇശലിന്റെ പൂക്കൾ പൊരുത്തൊരു മാലയും തീർത്തു. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ. അൽഹംദുലില്ലാ മോളെ കൈ പിടിച്ച് കണ്ട അളിയൊക്കെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നല്ലൊരു ഫാമിലിയൊക്കെ അവൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഫാമിലിയൊക്കെ തന്നെയാണ് കേട്ടോ അവളെ കൊടുത്തു വിടുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ടുണ്ടായ ഒരു പേരക്കുട്ടിയാണ് കേട്ടോ അവള്. അപ്പോൾ ആ ഒരു സ്നേഹം എല്ലാവർക്കും കൂടുതലായിട്ട് ഉണ്ടാവുമല്ലോ. പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പാക്ക് വരാൻ പറ്റിയിട്ടില്ലടാ ഗൈസ്. ഇപ്പാക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മുട്ടായി കൊടുക്കണ ചടങ്ങാണ് കേട്ടോ ഗൈസ് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ് കിട്ടുന്നതാണ്. പിന്നെ ഈ റെഡ് ഇട്ടതാണ് കേട്ടോ ചെക്കൻ്റെ ഉമ്മ. പിന്നെ ഈ പുള്ളി വൈറ്റ് ഷർട്ട് ഇട്ടത് ചെക്കൻ്റെ ഉപ്പയാണ് കേട്ടോ. പിന്നെ പെങ്ങന്മാരും അനിയനൊക്കെ ഉണ്ട്. അവരൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്.
രാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ഹൃദയത്തിൽ നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ജിബ്രീലും വഹയ്യാലെ ഇറങ്ങിയെന്ന്. അപ്പോൾ കൂട്ടുകാരെ നമ്മളെ പരിപാടിയൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. ഇനി ചെറുക്കൻ്റെ വീട്ടുകാർ ഇന്ന് അവളെയും കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെയാണല്ലോ ട്രെൻഡ്. എന്നിട്ട് അവിടെ എല്ലാവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വൈകിട്ട് നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചു കൊടുന്നാക്കി തരുമല്ലോ. അപ്പം ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പം ഞാനും താത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇത് ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ മന്തിയും ബ്രോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്, അസ്സലാമു അലൈക്കും. മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തുവിടർന്നേ. മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തുവിടർന്നേ വാനിൽ അമ്പിളി പൂത്തുവിടർന്നേ. പുതുമാരൻ റസൂലുള്ള ചമഞ്ഞിടുന്നേ മണവാട്ടി ഖദീജ